മാത്രമല്ല, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റികളെ പിടിച്ചെടുക്കുന്ന രീതി, കുറെ ആളുകളെ പുറത്താക്കി ഇഷ്ടമുള്ള ആളുകളെ കയറ്റും. അങ്ങനെ കയറ്റിയ സ്വാഭാവികമായിട്ടും ഇത് സ്വാഭാവികമായൊരു നടപടിക്രമം എന്ന രൂപത്തിൽ അങ്ങനെ നടന്നു പോകുമെന്ന് അയാൾ ധരിച്ച് അങ്ങനെയാണോ? അവിടെയൊക്കെ മനസ്സ് വേദനിച്ച കുറേ സഖാക്കളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സ് വേദനിച്ച സഖാക്കളുണ്ട്. നിങ്ങളറിയോ എത്രയെത്ര സഖാക്കൾ? ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എല്ലാ സഹായങ്ങളും എനിക്ക് നൽകിയ, ഉപദേശങ്ങളും നൽകിയ, എന്റെ കയ്യിൽ പെശക് വന്നാൽ ഒരു പിതാവിനെ പോലെ എന്നെ ഉപദേശിക്കുന്നയാളാണ് ഉമ്മർക്ക. ആ ഉമ്മർക്കാന് മതിയായ അംഗീകാരം കൊടുക്കാൻ അവിടുത്തെ പാർട്ടി തയ്യാറായിരുന്നോ? അവഹേളിക്കല്ലേ ചെയ്ത് പലപ്പോഴും? സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സഖാക്കളുടെ മനസ്സ് അന്ന് വല്ലാതെ വേദനിക്കുകയാണ്. ആ വേദനിക്കുന്ന മനസ്സുകളിൽ നിന്ന് ഉയർന്നത് അന്ന് അമർന്ന് കത്തുന്ന തീയായിരുന്നു. കാരണം അമർന്ന് കത്താനേ വഴിയുള്ളൂ. കാരണം ഈ ഭീഷണിക്ക് മുമ്പിൽ പ്രതികരിക്കാനാകില്ല. ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ പ്രിയപ്പെട്ട സഖാക്കളും നിങ്ങളും തയ്യാറായപ്പോ അമർന്ന് കത്തിയിരുന്ന തീ ആളിക്കത്തുന്ന തീയായി മാറി. ആ ആളിക്കത്തുന്ന തീയുടെ പ്രതിഫലനമാണ് ഈ കൺവെൻഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വികാരം മാനിക്കേണ്ട സംസ്ഥാന നേതൃത്വം ഇത് മാനിക്കാൻ തയ്യാറായാൽ ശരിയായ നിലപാട് എന്താ കുഴപ്പം? ഓക്കെ അല്ലേ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ശരിയായ നിലപാട് സ്വീകരിക്കാൻ, തെറ്റ് തിരുത്താൻ, കള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കാൻ, സ്പിരിറ്റ് കടത്തുകാരൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ ഞങ്ങളെല്ലാം ഈ ചുവന്ന പതാകയും പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ നാളെ നിൽക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയം വേണ്ട. പക്ഷേ തിരുത്താൻ തയ്യാറാവണം. അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കൺവെൻഷൻ വിളിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു ബേജാറ്? ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടി എന്നറിഞ്ഞപ്പോഴേക്ക് ഈ പാർട്ടിയുടെ ഒരു ഗതികേട് നോക്കണം. ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന വിദ്വാൻ എല്ലാ സ്ഥലത്തും പോവുക, പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ പോവുകയാണ്. സുരേഷ് ബാബു വീടുകളിൽ പോകുന്നത് ചിറ്റൂർക്കാർക്ക് പ്രത്യേകം അതിൽ അത്ഭുതമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ആ പോക്കല്ല, ഈ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ, ആ പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഞാൻ ഇയാളെ ജാതകം വായിക്കാനൊന്നും ഇപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുക. സുരേഷ് ബാബുവിന്റെ ജാതകം വായിക്കാനൊന്നും ഞാനിപ്പോ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ ജാതകം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും തല കറങ്ങി താഴെ വീഴും. അത് കേൾക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അയാൾ വീണോളന്നില്ല ഇത് പറഞ്ഞാലും കേട്ടാലും. കാരണം എന്താ വെച്ചാൽ കാട്ടുപോത്തിന്റെ കൊമ്പ് കൂട്ടണം, കാണ്ടാമൃഗത്തിന്റെ തൊലി കൂട്ടണം, അരപ്പലം കപ്പലമുളക്. ഇതിന്റെ ആൾരൂപം ആരാന്ന് വെച്ചാൽ അത് മൂപ്പരാണ്. മനസ്സിലായില്ല? കാട്ടുപോത്തിന്റെ കൊമ്പും കാണ്ടാമൃഗത്തിന്റെ തൊലിയും അരപ്പലം കപ്പലമുളകും കൂട്ടിയ എന്താ അവസ്ഥ? ഇതാണ്. അപ്പൊ അയാളിപ്പോ ഇത് കേട്ടാലും അയാൾക്ക് ബോധക്കേടൊന്നും വരാൻ പോകുന്നില്ല ഇവിടെ. പക്ഷെ ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാനത് സമ്മതിക്കണ്ടേ നിങ്ങളോട്, ഇതിലൊരു പ്രധാന ഉത്തരവാദി നിങ്ങൾ തന്നെയല്ലേ എന്നോട്. നിങ്ങൾ തന്നെയല്ലേ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമായി പറയണ്ടേ? ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കണം, ഈ തെറ്റ് പറ്റിയാൽ തെറ്റ് തുറന്ന് പറയാൻ തയ്യാറാവണ്ടേ? ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒരു സംഭവം. ഒരു നിയോഗമനുസരിച്ച് ഞാൻ ചിറ്റൂരിലേക്ക് പോവുകയാണ്. പോയി വിശ്വേട്ടനെ കാണുകയാണ്. വിശ്വേട്ടന്റെ വീട്ടിൽ എനിക്ക് ആകെ അടുത്ത ബന്ധം വിശ്വേട്ടനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വിശ്വേട്ടൻ നമുക്കൊരു
ഒരു നല്ല കാഡർ നമുക്കിവിടെ വേണമല്ലോ. അപ്പൊ വിശ്വമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അന്ന് ഈ സതീശനൊക്കെ വളരെ കുട്ടിയാണ്, ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, വളരെ ചെറിയ കുട്ടിയാ. അപ്പൊ ആ രൂപത്തിലൊന്നും സതീശന്റെ ഒന്നും പേര് പരിഗണിക്കാൻ പറ്റൂല. മൂപ്പരൊരു 4-5 പേര് പറഞ്ഞിട്ട് പറഞ്ഞു അത് പറ്റില്ല. ശരി, കള്ളും ഏർപ്പാടും കാശു വാങ്ങലൊക്കെ ഉണ്ടെങ്കിലും നന്നാക്കാന്ന് വിചാരിക്കുക എന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ പേര് പറഞ്ഞതാ. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, അത് കൊണ്ടുവന്നു സത്യം ആത്മാർത്ഥമായിട്ട് പറയുക. തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തുറന്നു പറയണ്ടേ. അങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി. പക്ഷെ ഇത്രയും വലിയ ഒരു ദുരന്തമായി ഇത് പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ ബാധിക്കും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ മുക്കിൽ കിടക്കുകയായിരുന്നു, അവിടുന്ന് കൊണ്ടുവന്നു. എത്രയെത്ര കേസുകളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ മുട്ടനാട് തമ്മിൽ അടിക്കുമ്പോൾ ചിതറിത്തെറിക്കുന്ന ചുമര നക്കി തുടക്കാൻ വേണ്ടി കുറുക്കം കാത്തുക്കും. അതുപോലെ സഖാക്കളെ തമ്മിൽ അടുപ്പിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഒരു വിചിത്രമായ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നുണ്ട്. അതെന്താ അറിയോ നിങ്ങള്? ഇപ്പോ ഷാനിഫ് ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ആ പോസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ചാണ്. ആ പോസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, CPIM-ൽ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നു, ശശി വിരോധികൾക്ക് മുൻഗണന. ഞാനതൊരു 4 തവണ വായിച്ചു. അതൊരു പരമസത്യ. ആളുകളെ എവിടെയാണ് ഇതിനൊക്കെയുള്ള വേക്കൻസി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ആളുകളെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി താൽക്കാലികമായി ആള് തെറ്റാതിരിക്കാൻ വേണ്ടി നേരിട്ട് ഏരിയ കമ്മിറ്റിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ. ഇപ്പൊ മണ്ണാർക്കാട്ട് നിന്ന് ഒരുത്തനെ പിടിച്ച് റിക്രൂട്ട് ചെയ്തു. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക്, ആ ചെർപ്പശ്ശേരിയിൽ 6 ആളെ 7 ആളെ ഒന്നിച്ചൊരു പാർട്ടി കമ്മിറ്റിയിലേക്ക് എടുത്തു, മൊത്തമായിട്ട് എടുക്കുക. ഇതൊക്കെ വല്ല വ്യവസ്ഥയും വെള്ളിയാഴ്ച ഉണ്ടോ? ഇതിനൊക്കെ ഈ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിന് തോന്നിവാസല്ലേ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ കൺവെൻഷൻ പൊളിക്കാൻ വേണ്ടി ഒരുപാട് ഓഫറുകൾ, ഭീഷണികൾ. ഇപ്പോ ഇവിടെ ഈ വേദിയിലുള്ള ഈ അജി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. ഇവിടെ അജിയുടെ ഭാര്യ ഏത് ബാങ്കാ? ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ ജീവനക്കാരിയാണ്. പിരിച്ചുവിടാൻ പോകുന്നു. ആ നാണക്കേട് സഹിക്കണ്ടെന്നും പറഞ്ഞ് നല്ല ശമ്പളം കിട്ടുന്ന ആ ജോലി അവര് അഭിമാനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി രാജിവെച്ചു സഖാവ് അജിയുടെ ഭാര്യ. എത്ര ആളുകളുടെ ജോലിയാ നഷ്ടപ്പെടുത്തി, ജീവിതല്ലേ തകർത്തത്. മറ്റൊന്ന്, പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പലപ്പോഴും ഈ പത്രക്കാരോട് പറഞ്ഞ മാതിരി ഞാനൊരു പാവല്ലേ, ഒരു പാവം ഗ്രാമത്തിൽ ജനിച്ച ഒരാളല്ലേ. പക്ഷെ പാവാണെങ്കിലും ശരി കേട്ടോ, നല്ല മൂർച്ചയുള്ള ബുദ്ധിയുണ്ട്, നാവിന് നല്ല കരുത്തുണ്ട്, മൂർച്ചയുള്ള ബുദ്ധിയുണ്ട് എന്ന് മാത്രമല്ല, അത് സ്ഫുടതയോടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം നല്ല സ്ഫുടതയോടെ ഞാൻ പറയുകയും ചെയ്യും. 3000-ന് 3000 എന്നേ ഞാൻ പറയൂ. മനസ്സിലായില്ല? 3000-ന് 3000 എന്നേ ഞാൻ പറയൂ, 3000 എന്ന് ഞാൻ പറയില്ല. പാലസ്തീൻ യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലാണ് പാലസ്തീൻ. പ്രായം ചെന്ന് മരിച്ചുപോയ യാസർ അറാഫത്തിനെ അമേരിക്കൻ സാമ്രാജ്യത്വം വെടിവെച്ചു കൊന്നു എന്ന് പറയാനുള്ള വിവരവും പാണ്ഡിത്യമൊന്നും എനിക്കില്ല. ഈ പാണ്ഡിത്യമൊക്കെ അവിടെ കിടന്നോട്ടെ, അവിടെ ഇരിക്കട്ടെ. എനിക്കിതിന്റെ ഈ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എന്തൊക്കെ വിവരക്കേട്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ഒരു വിപ്ലവ പാർട്ടിയുടെ നേതാവ് പ്രസംഗിക്കുമ്പോ ഒരു ഹോട്ടൽ ഉടമ വന്നിട്ട് എന്നെ വിളിച്ചു പറയുക, എങ്ങനെ തരംതാണോ ഈ പാർട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചങ്ങാതി? അല്ല, പാലസ്തീൻ യൂറോപ്പിലാന്ന് പറഞ്ഞു. ഇതൊക്കെ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി പറയോ പാലസ്തീൻ യൂറോപ്പിലാണെന്ന്? അപ്പൊ ഒരു വിവരവും ഇല്ല, പത്രം വായിക്കില്ല, അക്ഷരം കണ്ടാൽ അന്നേരം ഉറക്കം വരുന്ന മട്ടിലുള്ള ആളുകളെയൊക്കെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായാൽ എന്ത് സംഭവിക്കും? അതാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ എത്തിയതിൽ
സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ, നമ്മൾ ദുഃഖിക്കുന്നവരാണ്. പാർട്ടി ഇങ്ങനെ ആകാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് അറിഞ്ഞുകൂടാ, ചില ആളുകളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, കുറെ ആളുകളെ എനിക്ക് അറിയില്ല. ദുഃഖിക്കുന്നവരാ. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം ഉണ്ടാകണ്ടേ? വേണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇത്? നിങ്ങളുടെ പാർട്ടിയല്ലേ? ഞാൻ പറയാം, ഈ ധിക്കാരവും തോന്നിവാസവും എല്ലാം അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്തൊക്കെ തോന്നിവാസം. ദാ ഇവിടെ രാജു വന്നിട്ടുണ്ട്. രാജു ഇവിടെ ഉണ്ടാവും, കൺവെൻഷനിൽ ഉണ്ടാവും. കാഞ്ഞിരപ്പുഴ രാജു പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സഹകരണ സംഘം, അത് പിരിച്ചുവിടാൻ എന്തൊക്കെ ശ്രമം നടത്തി. ഞാനൊരു സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്നു. ഇപ്പൊ ഈ മണ്ണാർക്കാട്ടിൽ നിന്ന് വന്ന പത്രക്കാരുണ്ട്, അവർക്കറിയാം. നല്ല വിദ്യാഭ്യാസ സ്ഥാപനം, യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള സ്ഥാപനം, 1500ഓളം കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ആരോട്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അകത്തുണ്ടല്ലോ, എനിക്കെതിരായി കോടതിയിൽ കേസ് കൊടുക്കുന്നു, എനിക്കെതിരായി ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുക്കുന്നു. ആ സഹകരണ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഭരണം അട്ടിമറിക്കുന്നു. ഇപ്പൊ എന്താ സ്ഥിതി? എത്ര കുട്ടികളുണ്ട്? 350ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായി മാറി. മറ്റുള്ളവരെല്ലാം തടിയെടുത്തു. ഇപ്പൊ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഒരു നല്ല സ്ഥാപനത്തിനെ പൊളിച്ചില്ലേ? ഒരു നല്ല സ്ഥാപനത്തെ തകർത്തില്ലേ? രാജഗോപാലൻ പ്രസിഡന്റ് ആയിട്ടുള്ള സഹകരണ സ്ഥാപനം, ആ സ്ഥാപനത്തെ തകർക്കാൻ എന്തെല്ലാം നീചമായ കാര്യങ്ങളാണ് ചെയ്തത്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല.